പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു അനിശ്ചിതത്വത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസമൊക്കെ തുടങ്ങിയെന്നൊക്കെ പറയാമെങ്കിലും ഗവൺമെൻറ് തന്നെ പറഞ്ഞത് ടെസ്റ്റ് കേസാണെന്ന്. ശാശ്വതമല്ലെന്നല്ല എൻ്റെ അർത്ഥം. ഇപ്പോൾ അധ്യയന വർഷം തുടങ്ങിയതിന് ശേഷം ഇപ്പോഴിങ്ങനെ വന്നില്ലേ, 2 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ സംവിധാനങ്ങളില്ല ഇവിടെ. അത് നമുക്കൊരു സൂചനയാണ്. നമ്മുടെ സ്വയം പര്യാപ്തത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു തരത്തിലും നേടാത്തതിൻ്റെ ഒരു അവസ്ഥയാണൊക്കെ വരുന്നത്. നമ്മളത് ഒന്നിപ്പിച്ചാണ്. ഗവൺമെൻറ് തുടങ്ങി വെച്ചത് നല്ലതായി. പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതായത് നമ്മുടെ പര്യാപ്തമല്ല ആ മേഖലയിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പിന്നെ ആ മേഖല നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കരുതി അത് കറക്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അതൊരു ശാശ്വതമായ വഴികൾ എടുക്കണമെങ്കിൽ കുറേ കാലമെടുക്കും. കൊറോണ നമ്മുടെ രാജ്യത്ത് നിന്ന് പോകാതൊരു മാർഗവുമില്ല ശരിക്കും. അപ്പം നമ്മളത് വളരെ ഗുരുതരമായ വിഷയമാണ്. ഇതിന് വാക്സിൻ കണ്ടുപിടിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയെല്ലാം നമുക്ക് ചെയ്യാവുന്ന, നമ്മുടെ മാത്രം റിസ്കിൽ ചെയ്യാവുന്ന കാര്യമാണ്. ഈ റിസ്കുകളൊന്നും കുറേ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ നിസ്സഹായമായ ഒരു അവസ്ഥയിലല്ല. കാര്യം സോഷ്യൽ ഡിസ്റ്റാൻസിങ് നമുക്കറിയാം. അജ്ഞാത ഉത്ഭവങ്ങൾ അറിയാൻ പറ്റണില്ല. കൊറോണയുടെ പല സ്ഥലങ്ങളിലെ ഉത്ഭവങ്ങൾ അറിയാൻ പറ്റണില്ലെന്നുള്ള സൂചനയാണ് വാർത്തകളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊതു കയ്യിൽ നിന്നും സമൂഹത്തിൻ്റെ കയ്യിൽ നിന്നും ഈ കാര്യം വിട്ടുപോയി. ജനങ്ങൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ എവിടുന്ന് വന്നു എന്നറിയാൻ പറ്റാത്ത അവസ്ഥയെ. അത്രയും സങ്കടകരമായൊരവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഈ ഒരു മേഖലയിൽ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായ സത്യമാണ്. നമ്മൾ ആരും അല്ല എന്നുള്ളതും മനസ്സിലായി. ആരുമല്ല. ഇനി ദൈവം മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കൊറോണയ്ക്കും അതുപോലെ തന്നെ പല രോഗങ്ങൾക്കും മരുന്ന് കണ്ടുപിടിക്കുന്നതിന് ശാസ്ത്ര ലോകത്തെ അങ്ങ് ആശീർവദിക്കണമേ. കർത്താവേ, നിന്റെ തിരുമുറുപാടുന്ന വലത്ത് കരത്താൽ കർത്താവേ ഇതിന് സമാധാനം ഉണ്ടാകാൻ, മനുഷ്യ സമൂഹം സമാധാനത്തില് ജീവിക്കുവാൻ ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ജീവിത അനിശ്ചിതത്വത്തോടെ നീങ്ങുന്ന ഈ അവസ്ഥകളിലെ വ്യക്തമായ ദിശാബോധ അധികാരികൾക്ക് നൽകുന്നതിന് ദൈവമേ, ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളെ പരീക്ഷ എഴുതിയിരിക്കുന്നവരെയും എഴുതാൻ പോകുന്നവരെയും പഠിച്ചുകൊണ്ടിരിക്കുന്നവരെയും എല്ലാവരെയും ദൈവമേ വ്യക്തത കൊടുക്കണമേ. സത്യത്തിന്റെ പ്രകാശത്താൽ അവരെ ധന്യമാക്കണമേ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലിയില്ലാത്തവരെ സമർപ്പിച്ചും വരുമാന മാർഗങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഗുരുതരമായ രീതിയിൽ വരുമാന മാർഗങ്ങൾ പരിതാപകരമായ അവസ്ഥയിലായിപ്പോയവരുണ്ട്. അവർ നിങ്ങൾ സാധാരണ പ്രാർത്ഥനയേക്കാൾ കുറച്ചുകൂടി വേദനയോടെ തന്നെയാണ് പരിശുദ്ധ അമ്മ വഴി അവരെ ഈശോയ്ക്ക് സമർപ്പിക്കേണ്ടത്.
കുടുംബങ്ങൾ പട്ടിണിയായ മനുഷ്യൻ്റെ എല്ലാ ലെവലും പോവും, പിടിവിട്ട് പോവും. കാലങ്ങളിലെല്ലാം ക്ഷാമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അന്നെല്ലാം മനുഷ്യൻ ബൈബിളിൽ പോലും പറഞ്ഞിരിക്കുന്നത് ഇതിനേക്കാൾ നല്ലത് മരണമായിരുന്നു എന്നാണ്. ആ ഒരവസ്ഥയിലേക്ക് പോകരുത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, അധ്വാന മേഖലകളെ, വരുമാന മേഖലകളെ നഷ്ടപ്പെട്ടവരെ, അതിന് നിവൃത്തിയില്ലാത്തവരുടെ മേൽ കർത്താവിന്റെ കരുണ ചൊരിയണമേ. മനുഷ്യന്റെ പൊതുസമൂഹത്തിന്റെ സ്നേഹത്തിന്റെ ശക്തിയും വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, രോഗികളെ വീണ്ടും നമ്മൾ ഓർക്കുകയാണ്. ത്വക്ക് രോഗമുള്ളവരെയാണ് ഇപ്പോഴച്ഛൻ്റെ മനസ്സിൽ ഈശോ തരണത്. ശരീരം മൂളച്ചിരിക്കുന്നവരും കുരുചാടുന്നവരും നീര് വന്നിരിക്കുന്നവരും വിസർപ്പ രോഗികളും അതുപോലെ തന്നെ പലതരത്തിലുള്ള വെരിക്കോസിൻ്റെ അസുഖങ്ങളുള്ളവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ത്വക്ക് രോഗികളെ, ഉറക്കം പോലും വരാത്ത രീതിയിലുള്ള വേദന അനുഭവിക്കുന്നവരെ കർത്താവേ, പഴുപ്പ് ചീറ്റുന്നവരെയും ചോര പൊടിയുന്നവരെയും പൊറുക്കാത്ത മുറിവുകള് യേശു ക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ വാതരോഗങ്ങള്, വാതപ്പൊട്ടുകള്, വെരിക്കോസ് രോഗങ്ങള്, വിസർപ്പ രോഗങ്ങള് യേശുനാമത്തില് സൗഖ്യമാകട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളില്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നുണ്ട്. എൻ്റെ മക്കൾ ഒരു കാര്യം ഓർക്കണം. ഇപ്പോഴും ഗർഭിണികളാണെങ്കിൽ അവർ ഇപ്പോഴും അടിവയറ്റിൽ കൈവയ്ക്കണം. എന്തെങ്കിലും ആ കുഞ്ഞിനെ മുഴുവൻ ഈശോയ്ക്ക് ഏൽപ്പിക്കണം. പരിശുദ്ധ അമ്മ വഴി കുഞ്ഞിനൊരു കേടുമില്ലാതെ സമാധാനത്തെ ആ കുഞ്ഞ് വളർന്ന് നിനക്ക് കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റും. ഇപ്പോഴ് കർത്താവിൻ്റെ നാമത്തിൽ പരിശുദ്ധയുടെ മധ്യസ്ഥ നീ ഗർഭിണിയാണെങ്കിൽ അടിവയറ്റ് കൈവെക്കുക. ദൈവവേദന നീ ഇപ്പോഴും കുഞ്ഞില്ലാത്തവളാണെങ്കിലും അടിവയറ്റ് കൈവെക്കുക. നീ വേറെ എന്തെങ്കിലും രോഗം ഉദരത്തിനുള്ളവളാണെങ്കിലും ഉള്ളവനാണെങ്കിലും അടിവയറ്റ് കൈവെക്കുക. ഇപ്പോഴും കർത്താവ് നിന്നെ സ്പർശിക്കും. ഇപ്പോഴും അമ്മ നിനക്കൊരു മധ്യസ്ഥ വഹിക്കും. നീ ഇന്നു മുതൽ സുഖമുള്ളവളായിട്ട് ജീവിക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞാൻ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. ഈശോ 35 കൊല്ലത്തെ കൃപാന്റെ ശക്തി കൃപാസാൽത്താരം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു ക്രിസ്തു നാമത്തിൽ കുഞ്ഞുങ്ങളെ ലഭിക്കട്ടെ. കുഞ്ഞുങ്ങളെ കർത്താവേ, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ ഇടയാകട്ടെ. ഉദര രോഗങ്ങളെ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരാധന. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വീട് വെക്കാൻ പറ്റാത്തവര് ഇപ്പോഴും ഈ മഴയത്ത് എന്തുമാത്രം വേദനിക്കുന്നുണ്ടറിയാവോ? വീട് വെക്കാൻ സ്ഥലം കാണാത്തവര്, എപ്പോഴും വെള്ളമൊഴുക്കും പലതരത്തിലുള്ള കേടുകളും വഴിയില്ലാത്തവര്, സ്ഥലം അളന്നു കിട്ടാത്തവർ, സ്ഥലം പണയത്തിലായിരിക്കുന്നവർ, കടത്തിലായിരിക്കുന്നവർ, അതെല്ലാം നിങ്ങൾ ഈ സമയത്ത് ഓർക്കുക. കൃപാസനത്തിൽ അഭയം പ്രാപിക്കുക, അമ്മയുടെ തിരുസേന അഭയം പ്രാപിക്കുന്നവരെല്ലാം സാക്ഷ്യം പറയണത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നിനക്കും ഒരു കാലത്ത് ലോക്ക്ഡൗൺ കഴിയുമ്പോൾ കർത്താവിൻ്റെ അനുഭവമായി വന്ന് സന്തോഷത്തിൽ സാക്ഷ്യം പറയാൻ കഴിയും. ത്രിയേക ദൈവമേ, അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ഇപ്പോൾ എനിക്ക് ചെയ്തു തന്ന, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാനാണ് ഇന്ന് ഈ ആൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ മുമ്പാകെ ഞാൻ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പേര് ഡയന. ഞാൻ വന്നിരിക്കുന്നത് വയനാട് സ്വദേശിയാണ്. എൻ്റെ സ്വന്തം സ്ഥലം മീനങ്ങാടിയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ഓഗസ്റ്റ് 3-ാം തീയതിയാണ്. ഉടമ്പടിയിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടായി. ഞാൻ ഇന്നിവിടെ ഈ നിമിഷം നിൽക്കുന്നത് 2024 നവംബർ മുതൽ എനിക്കുണ്ടായിരുന്ന ഒരു രോഗം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് മൂലം എനിക്ക് കിട്ടിയ ഒരു രോഗ സൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാനാണ്. 2024 നവംബർ മുതൽ ഞാൻ വളരെ കഠിനമായ നടുവേദന മൂലം ബുദ്ധിമുട്ടി, ഒത്തിരി ബുദ്ധിമുട്ടായി. ഡോക്ടേഴ്സിനെ കണ്ടു, MRI എടുത്തു, എക്സ്റേ എടുത്തു, രോഗം കൺഫേം ചെയ്തു. ഡിസ്കിൻ്റെ വിഷയമാണ്, L4 L5 ഡിസ്കിൻ്റെ വിഷയമാണ്, നെർവ് കംപ്രഷനാണെന്ന് പറഞ്ഞു. ട്രീറ്റ്മെൻറ്റുകൾ പലതും എടുത്തു. ആയുർവേദം ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അലോപ്പതി ചെയ്തു. അവസാനം കോഴിക്കോട് GMC ഓർത്തോ ഹോസ്പിറ്റൽ, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ട്രീറ്റ്മെൻറ്റ് നടന്നു. അന്ന് മുതൽ 2 കാലിലും 3 കിലോ വീതം വെയിറ്റ് ഇട്ട്, ഒപ്പം പലതരം ഇഞ്ചക്ഷൻസ്, മെഡിസിൻസ് അല്ലാതെ അങ്ങനെ ഒരു 3-4 ദിവസം അവിടെ കിടന്നു. ഫെബ്രുവരി 1-ാം തീയതി മുതൽ 2-3 ദിവസം അവിടെ കിടന്നു. എനിക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വീട്ടിലേക്ക് അവർ പറഞ്ഞയച്ച മെഡിസിൻസ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. വെയിറ്റും അതുപോലെ തന്നെ ഇട്ട് കിടക്കുന്നു. സൈഡ് ചെരിഞ്ഞ് വേണം കിടക്കാൻ. നമുക്ക് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഡിസ്കിൻ്റെ വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അതികഠിനമായ വേദനയായിരിക്കും. നമ്മളുടെ ഓരോ ആവശ്യങ്ങളും ചെയ്യുവാൻ നമുക്ക് സാധിക്കില്ല. എഴുന്നേക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, എന്തിനേറെ ടോയ്ലറ്റിൽ പോകാൻ വയ്യ, കുളിക്കാൻ വയ്യ, എന്തിനൊരാളുടെ ഹെൽപ്പ് വേണം. ഡോക്ടർ എന്നോട് കിടക്കുക തന്നെ വേണം, വെയിറ്റിട്ട്, ഡേ ടൈം ഫുള്ളും വെയിറ്റിട്ട് കിടക്കണം. ഇടയ്ക്ക് നമുക്ക് റെസ്റ്റ് എടുക്കാം, ഒരു അരമണിക്കൂറൊക്കെ. ആ സമയത്ത് നമുക്ക് വെയിറ്റ് ഊരി തരാൻ ആൾ വേണം, ഇട്ട് തരാൻ ആൾ വേണം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ എടുത്തു തരാൻ ആൾ വേണം. അങ്ങനെ കുറേ മെഡിസിൻസ് 1-2 മാസം കൂടി തുടർന്ന് കൊണ്ടുപോയി. ഡോക്ടറെ ഇടയ്ക്ക് വന്ന് കൺസൾട്ട് ചെയ്യും. അവർ ട്രാക്ഷൻ മുതലായുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തും, പിന്നെയും തിരിച്ചു വിടും. അങ്ങനെ എനിക്ക് കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല. വെയിറ്റ് ഇട്ട് കിടന്ന് എൻ്റെ കഴുത്തിൻ്റെ എല്ലുകളെല്ലാം വിട്ടുപോകുന്നത് പോലെ ഭയങ്കര പെയിനായി. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇതിൽ നിന്നൊന്നും എനിക്ക് സൗഖ്യം കിട്ടില്ല എന്ന്. ഞാൻ നിലവിലെ ഉടമ്പടി എൻ്റെ സമയം കഴിഞ്ഞിരിക്കുകയായിരുന്നു, പുതുക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല. ഞാൻ പരിശുദ്ധ അമ്മയിൽ ശരണപ്പെട്ടു. അമ്മ മാതാവേ, എനിക്ക് വേണ്ടി ഈശോയോട് അപേക്ഷിക്കണം, എൻ്റെ ഈ രോഗത്തിൽ നിന്ന് എന്നെ സുഖപ്പെടുത്താൻ. സമയത്തിൻ്റെ അധികാരിയായ അമ്മ മാതാവ് ഈശോയോട് എനിക്ക് വേണ്ടി അപേക്ഷിക്കണം. ഇന്ന് മുതൽ 10 ദിവസം അമ്മയെ തന്നിരിക്കുന്ന 4-5 തരം മെഡിസിൻസ് ഉണ്ട്. ഒരു മെഡിസിൻ ഞാൻ കഴിക്കില്ല. എനിക്ക് എന്നോട് പറഞ്ഞിരിക്കുന്ന വെയിറ്റ് ഇട്ട് കിടക്കാൻ പറഞ്ഞിരിക്കുന്ന വെയിറ്റും ഞാനിടില്ല. എനിക്ക് അമ്മ സൗഖ്യം തരണം, ഈശോയുടെ അമ്മ എനിക്ക് വേണ്ടി അപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി രജിസ്റ്റർ ചെയ്തു. ഓൺലൈൻ കിടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഉടമ്പടി വേണ്ട രീതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടേയിരുന്നു. 2 ദിവസം കൊണ്ട് സമയത്തിൻ്റെ അധികാരിയായ അമ്മ മാതാവ് എനിക്ക് വേണ്ടി ഇടപെട്ടു. 2 ദിവസം കൊണ്ട് തന്നെ എനിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. എഴുന്നേറ്റ് നടക്കാമെന്നായി. അത്യാവശ്യം എൻ്റെ ആവശ്യങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാം, ഫുഡ് കഴിക്കാം, അതിനൊന്നും പ്രശ്നമില്ല എന്നുള്ളതായി. എന്ന് വെച്ച് പൂർണ്ണമായി രോഗം മാറിയെന്നല്ല. കുറച്ച് നാളും കൂടെ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു മെഡിസിൻസും ഇല്ലാതെ, ഞാൻ എപ്പോഴും പറയും, പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാടുണ്ട്. പക്ഷേ എല്ലാവർക്കും മുമ്പിൽ അതൊരു സാക്ഷ്യമായിരുന്നു. പൂർണ്ണമായും മാറിയില്ലെങ്കിലും അത്രത്തോളം എനിക്ക് വ്യത്യാസം വന്നു. അങ്ങനെ മുൻപോട്ട് പോയി. യാത്ര ചെയ്യാവുന്നൊരു കണ്ടീഷൻ വന്നപ്പോൾ ഞാൻ മെയ് മാസം 31-ാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു.
ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കരങ്ങൾ എൻ്റെ നടുവിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അതിനെ തുടർന്ന് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി. അച്ഛൻ എനിക്കൊരു കാശ് രൂപവും തന്നു, അനുഗ്രഹിച്ചു വിട്ടു. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ 90 ദിവസത്തെ ഉടമ്പടി കംപ്ലീറ്റായി. ഈ നിമിഷം വരെ എനിക്ക് യാതൊരു വേദനകളുമില്ല. എനിക്കൊരു എല്ലാ ജോലികളും ചെയ്യാം. അടിച്ചു വാരാം, തുടയ്ക്കാം. ഒരു വീട്ടമ്മ ഒരു വീട്ടിൽ എന്തെല്ലാം ചെയ്യാമോ ഞാൻ എല്ലാ വെയിറ്റുകളും എടുക്കുന്നുണ്ട്, എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. തമ്പുരാൻ്റെ കൃപയാൽ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവയ്പിനാൽ എനിക്ക് കിട്ടിയ രോഗസൗഖ്യത്തിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ അടുത്ത സാക്ഷ്യം 2023 എൻ്റെ ഒരു വിദേശയാത്രയെക്കുറിച്ചാണ്. എൻ്റെ മകളുടെ അരികിലേക്ക് UK പോകേണ്ട ഒരു ആവശ്യം വന്നു. എല്ലാവർക്കും അറിയാം, യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുമ്പോൾ ഒരുപാട് പേപ്പേഴ്സ് ആവശ്യമാണ്. എൻ്റെ സർട്ടിഫിക്കറ്റ്സിലും പേപ്പേഴ്സിലും എല്ലാം കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ടായിരുന്നു. അത് തന്നെയല്ല, ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ, എനിക്ക് മോളുടെ അടുത്ത് പോകേണ്ടത് ആവശ്യമാണ്. ഇത് അമ്മയാണ്, എനിക്ക് അമ്മയുടെ ഇടപെടൽ മൂലമാണ് എനിക്കിത് സാധിക്കുന്നതെന്ന് എനിക്ക് എല്ലാവരുടെയും, എൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും സാക്ഷ്യപ്പെടുത്തണം. അതിനമ്മ അമ്മയുടെ ദിവസങ്ങളായ ബുധനാഴ്ചയോ ശനിയാഴ്ചയോ ആയിരിക്കണം എൻ്റെ പേപ്പർ വർക്കുകൾ തരേണ്ടത്, എൻ്റെ പേപ്പർ വരേണ്ടത്. അതുപോലെ പരിശുദ്ധ അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട 2:30 എനിക്ക് UK ഇറങ്ങണം. ഈ 2 കാര്യങ്ങൾ ഞാൻ എൻ്റെ അമ്മയോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഇവർ ആരോടും പറഞ്ഞിരുന്നില്ല. പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം തന്നെ എനിക്ക് പേപ്പർ വന്നത്, വിസ അടിച്ചു കിട്ടിയത് ശനിയാഴ്ചയാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു എനിക്കിങ്ങനെ കിട്ടിയെന്ന്. എല്ലാവർക്കും ഒരു അതിശയം പോലെയാണ് പലതും പിന്നീട് നടന്നത്. എനിക്ക് 2 ഡേറ്റുകൾ അതുപോലെ കാണിക്കാൻ തുടങ്ങി, 15, 16 എന്നിങ്ങനെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലേതെങ്കിലും ഒരു ദിവസമായിരിക്കും ഞാൻ പോകുന്നതെന്ന്. ഓഗസ്റ്റ് 15 വിശുദ്ധ കുർബാന അനുഭവിച്ചതിന് ശേഷം അന്നത്തെ ദിവസമാണ് ഞാൻ യാത്ര പുറപ്പെട്ടത്. തിരിച്ച് UK എത്തുന്നത് 16-ാം തീയതിയാണ്, ഓഗസ്റ്റ് 16. അപ്പോൾ ആ 2 ഡേറ്റും കറക്റ്റായിരുന്നു. അതുപോലെ ഇന്ത്യൻ ടൈം 3 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യേണ്ടത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഫ്ലൈറ്റ് അരമണിക്കൂർ മുൻപേ ഇറങ്ങുന്നുവെന്ന് അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. പരിശുദ്ധ അമ്മ എൻ്റെ ആ നിസ്സാരിയായ എൻ്റെ വാക്കുകൾക്ക് ഇത്രത്തോളം വില തന്നതിന്, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷിയാക്കിയതിനും ഞാൻ നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ UK വെച്ച് തന്നെയാണ്. ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, ഞാൻ എൻ്റെ മകളുടെ കുഞ്ഞിനെ എടുത്ത് ഒരു വലിയ ഗ്ലാസ് വിൻഡോയുടെ എയർപോർട്ടിൻ്റെ ഒരു ഭാഗം പോലെ എനിക്ക് തോന്നിയത്. ഗൾഫിലെല്ലാം, യൂറോപ്യൻ കൺട്രീസിലെല്ലാം വിൻഡോസൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ കുഞ്ഞിനെ എടുത്ത് നിൽക്കുന്നു, 12 എന്നൊരു ശബ്ദം ഞാൻ കേൾക്കുന്നു. 12 ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതി കാണിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്തായിരിക്കും ഞാൻ കണ്ടത്. മോളെ, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടല്ലോ മോളെ എന്ന് മോളോടും പറഞ്ഞു. പക്ഷേ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഞാൻ റിട്ടേൺ വരുന്ന ദിവസം 12-ാം തീയതി ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ടിക്കറ്റ് 12 മണിക്കായിരിക്കും, ഒന്നുകിൽ അവിടെ നിന്ന് പുറപ്പെടുന്നത് അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങുന്നത്. പക്ഷേ നോക്കുമ്പോൾ ആ 12-നൊന്നും ഞാൻ പോകുന്നില്ല അവിടുന്ന്. പിന്നെ എന്തായിരിക്കും എന്നിങ്ങനെ ഒരു ചോദ്യം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഡിസംബർ മാസം 12-ാം തീയതി ഞാനും മക്കൾ 2 പേരും ജോലിക്കായി പുറത്താണ്. ഞാൻ കുഞ്ഞിനെ എടുത്ത് അവരുടെ ആ വിൻഡോ സൈഡിൽ നിൽക്കുമ്പോൾ, വലിയ വിൻഡോ ആണ്, ഭിത്തി ഫുള്ളായിട്ട് വരുന്ന ഗ്ലാസ് വിൻഡോയാണ്. ഞാനങ്ങനെ നിൽക്കുമ്പോൾ നല്ല പ്രകാശം അടിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് കുഞ്ഞിനെ എടുത്ത് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ പൈൻ മരങ്ങളുടെ കവരകൾക്കിടയ്ക്ക് കൂടെ സൂര്യൻ ഇങ്ങനെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് വന്ന് നിൽക്കുന്നത് പോലെ നന്നായി തെളിഞ്ഞ് കാണുന്നു. അതിനുള്ളിൽ കൃപാസനത്തിലെ അമ്മ നിൽക്കുന്നതായിട്ട് കാണാനുള്ള ഭാഗ്യം, നേരിൽ കാണാനുള്ള ഭാഗ്യം എന്നെ അതിനനുവദിച്ചതിനും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. അതിനുശേഷം അന്ന് രാത്രി പ്രാർത്ഥിച്ച് കിടന്നതിന് ശേഷം ഈശോയെ അതുപോലെ ഞാൻ സ്വപ്നത്തിലാണ് കാണുന്നത്. പക്ഷേ ഈശോ ഇതുപോലെ സൂര്യനിൽ നിൽക്കുന്നു, ജപമാല കയ്യിലേന്തിയ ഈശോയെ ഞാൻ അങ്ങനത്തെ ഒരു പടമോ എവിടെയും രൂപമോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ തിരഞ്ഞു, ഈശോ ജപമാല പിടിച്ച് നിൽക്കുന്നതുണ്ടോ എന്ന് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു രൂപം കണ്ടു. 2 ലൈനിൽ ഏത് ലാംഗ്വേജ് ആണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഒറ്റ നോട്ടേ കണ്ടുള്ളൂ. 2 ലൈൻസും എഴുതി പോകുന്നു ആ സൂര്യനിൽ, അതെനിക്ക് മനസ്സിലായിട്ടില്ല എന്താണെന്ന്. പിന്നീട് ഇങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ ഓരോ സമയങ്ങളിലും പല കാര്യങ്ങളും എന്ത് തന്നെ പ്രാർത്ഥിച്ചാലും നിയോഗങ്ങളായി ഞാൻ വെച്ചതെല്ലാം തന്നെ സാധിച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും തമ്പുരാൻ അങ്ങനെ ഒരു കൃപ എനിക്ക് തരുന്നുണ്ട്. തൈലം തേച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും തന്നെ സൗഖ്യം കിട്ടുന്നതായി. മാരക രോഗങ്ങളല്ല, അത്രത്തോളം യോഗ്യത എനിക്കില്ല. എന്നാലും അവരുടേതായ ചെറിയ രോഗങ്ങളൊക്കെ എന്നോട് പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അതിന് മാറ്റം വരുന്നതായിട്ട് എനിക്ക് കാണുവാനിടയായിട്ടുണ്ട്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ
വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാറുണ്ട്. ശാരീരികമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെറുതായിട്ടാണെങ്കിലും ചെയ്യാറുണ്ട്. അല്ലാതെ ഭൗതികമായ സാഹചര്യങ്ങൾ, സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനായാലും പണമായാലും ചെറിയ രീതിയിൽ, വലിയതൊന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് സാധിക്കാറുണ്ട്. അതുപോലെ രോഗികളായിട്ട് എൻ്റെ കൺമുമ്പിൽ വരുന്നവരെ വെറും കൈയോടെ മടക്കി അയക്കാതിരിക്കാനുള്ളൊരു കൃപയും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ UK പോയപ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നു. എനിക്ക് കാരുണ്യപ്രവൃത്തികളൊന്നും ചെയ്യാൻ അവിടെ അവസരങ്ങളില്ലായിരുന്നു. ഞാൻ അന്നേരം ചെയ്തിരുന്ന കാരുണ്യപ്രവൃത്തി എന്നാണെന്ന് വെച്ചാൽ, ഞാൻ ആഴ്ചയിൽ 1 ദിവസം എൻ്റെ അറിവിലും പരിചയത്തിലുമുള്ള എല്ലാ രോഗികളെ, അതുപോലെ ഞാൻ ഫേസ്ബുക്കിലോ അല്ലാതെയോ കണ്ടിട്ടുള്ള രോഗികളെ, അവരെല്ലാം സമർപ്പിച്ച് 1 ദിവസം അവർക്ക് വേണ്ടി ഉപവാസം എടുക്കുക എന്നതാണ് അന്ന് ഞാൻ കണ്ട കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇങ്ങോട്ട് ഓരോ നിമിഷവും പ്രേക്ഷിത പ്രവർത്തനമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഉടമ്പടി ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഉടമ്പടി മുതൽ ഇതിപ്പോൾ 7ാമത്തെ തവണയാണ് ഉടമ്പടിയിൽ നിൽക്കുന്നത്. ദൈവം എന്നെ അനുവദിച്ചതിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോടും നന്ദി പറയുന്നു. ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരാളെങ്കിലും എൻ്റെ കൺമുൻപിൽ വന്നാൽ അവരോട് ഈശോയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറയാൻ എനിക്കൊത്തിരി ഇഷ്ടമാണ്. അവരിലെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ എന്നിലൂടെ സംസാരിക്കുന്നുണ്ട് എന്ന്, ഈശോ എന്നിലൂടെ സംസാരിക്കുന്നുണ്ട്, പരിശുദ്ധ അമ്മ എന്നിലൂടെ സംസാരിക്കുന്നുണ്ടെന്ന് അവരെന്നോട് പറയാറുണ്ട്. അതുപോലെ പത്രം ഞാൻ എവിടെ പോയാലും, ഞാൻ ഒരു പത്രമെങ്കിലും 7 ജില്ലകളിൽ പോയിട്ടുണ്ട്. ആ 7 ജില്ലകളിലും ഞാൻ പത്രം കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട്. അവരോട് വെറുതെ ഞാൻ കൊടുക്കാറില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ച കാര്യം പറയാതെ വെറുതെ കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. സംസാരിച്ചിട്ട് തന്നെയാണ് കൊടുക്കുക. കാര്യങ്ങൾ പറഞ്ഞ്, കൃപാസനത്തിൽ നടക്കുന്ന അത്ഭുതങ്ങൾ പറഞ്ഞ്, ഒരു ബസ്സിൽ കയറിയാൽ പോലും ഞാൻ അടുത്തിരിക്കുന്ന ആളോട് കൃപാസനത്തെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും പറഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ കിട്ടിയ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ്, അവർക്ക് തൈലം തേച്ച്, രോഗികളായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് തൈലം തേച്ച്, വിശ്വാസപ്രമാണം ചൊല്ലി തേച്ച് കൊടുത്ത്, വിശ്വാസപ്രമാണം ഷെയർ ചെയ്ത് കൊടുത്ത്, യൂട്യൂബിൽ കൃപാസനം ചാനലെടുത്ത് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച്, അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഈ നിമിഷം വരെയും എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഇന്നെൻ്റെ പ്രാർത്ഥന എൻ്റെ നിയോഗങ്ങൾ നടക്കുക എന്നുള്ളതല്ല. നിയോഗങ്ങൾ ഞാൻ സമർപ്പിക്കാറുണ്ട്, പക്ഷേ എൻ്റെ ആഗ്രഹം അതല്ല. ഞാനും എൻ്റെ കുടുംബവും വിശുദ്ധിയോടെ ഈശോയുടെ മുമ്പിൽ, ഈശോയുടെ നാമമഹത്വത്തിനായി എന്നെ എൻ്റെ കുടുംബത്തെ ഉപയോഗിക്കണം. നിത്യതയിലേക്ക് ഞങ്ങൾ ഒരുങ്ങണം. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. എല്ലാവരും ദൈവാശ്രയത്തിലാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും എന്നും ജീവിതാവസാനം വരെയും ഉടമ്പടിയിൽ നിലനിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മക്കളും ഉടമ്പടിയിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കുടുംബം ഒന്നായി ഉടമ്പടിയിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനെന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ബീന. എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ആദ്യമായി ഇവിടെ കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നത് എൻ്റെ സഹോദരിയിൽ നിന്നാണ്. ഇത് എൻ്റെ സഹോദരിയും എൻ്റെ ചെറിയ മകളുമാണ്. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് 2024 ഒക്ടോബർ 17 ഞാൻ എടുക്കുന്നത്. അതിൽ തുടർന്ന് ഞാൻ നവംബർ 1 തീർത്ഥാടക ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഉടമ്പടി എടുക്കാൻ എനിക്കുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ജോലി സംബന്ധമായും എൻ്റെ ഫാമിലി ലൈഫിലും ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് എൻ്റെ ജോലിയും ജീവിതവും ബാലൻസ് ചെയ്ത് പോകാൻ പറ്റാത്തത്ര വിധം ഞാൻ വിഷമിക്കുന്ന സമയത്ത്, ഞാൻ ഒരു കോൺട്രാക്ട് സ്റ്റാഫായി ജോലി ചെയ്യുന്ന സമയമാണ്. ആ സമയം എനിക്ക് ജോലിയിൽ തുടർന്ന് പോകാൻ പറ്റാതെ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു. ഞാൻ ഒരുപാട് ആ സമയത്ത് വിഷമിക്കുന്നതുകൊണ്ട് എൻ്റെ സിസ്റ്റർ പറഞ്ഞു, എൻ്റെ സഹോദരി 1 വർഷം കഴിഞ്ഞു ഉടമ്പടിയിലാണ്, ചേച്ചിയെ രക്ഷിക്കാനായിട്ട് ഒരാളേ ഉള്ളൂ, അത് കൃപാസന മാതാവാണ്. ചേച്ചി മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്, ചേച്ചിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരും മാതാവ്, ചേച്ചിയുടെ ആഗ്രഹങ്ങളും സാധിച്ചു തരുമെന്ന് എന്നോട് പറഞ്ഞു. അതിൻ്റെ ഫലമായാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ PSCയിൽ ഹൈസ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ്. ഇതിനു മുമ്പുള്ള റാങ്ക് ലിസ്റ്റിലും ഞാൻ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ നിന്ന് എനിക്ക് ജോലി ലഭിച്ചില്ല. അപ്പോൾ ഞാൻ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നെങ്കിലും എനിക്ക് ജോലി ലഭിക്കണേ മാതാവേ എന്ന് പറഞ്ഞൊരു പ്രധാന നിയോഗമായി ഞാൻ അതാണ് എഴുതിയത്. മാതാവിനോട് ഞാൻ തുടർച്ചയായി അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞാനൊരു ഹിന്ദു മതത്തിൽപ്പെട്ട ആളായതിനാൽ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് പരിഹാസവും കളിയാക്കലുകളും എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും എല്ലാം ഉണ്ടായി. പക്ഷേ ഞാൻ അതൊന്നും അവഗണിച്ച് മാതാവിനോട് നിരന്തരം ശക്തമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ സമയത്ത്
ആ സമയത്ത് ഞാൻ മാതാവിനോട് എൻ്റെ മനസ്സ് പതറുമ്പോഴെല്ലാം എനിക്കൊരു അടയാളം കാണിച്ചു തരണമേ മാതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആകാശത്ത് പല വട്ടം മഴവില്ല് കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ സുഗന്ധാഭിഷേകമായും മാതാവിൻ്റെ ഉടമ്പടി തിരിയിൽ മാതാവിൻ്റെ രൂപം തെളിഞ്ഞും മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഉടമ്പടി ധ്യാനം കൂടുന്ന സമയത്തായിരിക്കും എനിക്ക് മിക്കപ്പോഴും എൻ്റെ ജോലിയിലെ അപ്ഡേറ്റ്സുകളെല്ലാം അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ധ്യാനം കൂടുന്ന സമയത്ത് അച്ഛൻ പറയുകയുണ്ടായി 44 ദിവസത്തിനുള്ളിൽ ഉടമ്പടി എടുത്ത് പലരിലും ഒരു തീരുമാനമുണ്ടാകുമെന്ന്. അതിൻ്റെ കാര്യത്തിൽ അത് ശരിയാവണേ മാതാവേ എന്ന് ഞാൻ മനസ്സുരുകി മാതാവിനോട് ആ സമയം പ്രാർത്ഥിച്ചു. ആ ഉടമ്പടി ധ്യാനം കൂടിക്കഴിഞ്ഞ് ഞാൻ ബൈബിൾ വായിക്കാനിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് എന്നോട് പറയുകയാണ്, നീ PSCയുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്ക്, നിൻ്റെ പേര് അതിനകത്ത് അഡ്വൈസ് മെമ്മോ വന്നിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഞാൻ അഡ്വൈസ് മെമ്മോ വന്നത് എൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കാണുകയും ചെയ്തു. മാതാവിനോട് ഞാൻ 100 നന്ദി പറയുന്നു. ആ അഡ്വൈസ് മെമ്മോ വന്നതിന് ശേഷം പിന്നെ തൊട്ടടുത്തുള്ള ആഴ്ചയിലെ ധ്യാനം കൂടുന്ന സമയത്തും ഇതേപോലെ എനിക്ക് എവിടെയായിരിക്കും അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന എന്നുള്ള കാര്യവും എനിക്ക് അറിയാൻ സാധിച്ചത് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. ഇതിന് ശേഷം എനിക്ക് ഇന്നലെയാണ് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ എനിക്ക് കൈ കിട്ടിയത്. ഇത് മാതാവ് എനിക്ക് അനുഗ്രഹിച്ച് നൽകിയ ജോലിയാണ്. എൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു ഹൈസ്കൂൾ ടീച്ചറായിട്ട് ജോലി ലഭിക്കുക എന്നുള്ളത്. മാതാവും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. ഇതുകൂടാതെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. രോഗസൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം മാതാവ് തന്നിട്ടുണ്ട്. ഇതെൻ്റെ 2ാമത്തെ കുഞ്ഞാണ്. ആള് മതിലിൽ കയറി വീണപ്പോൾ തല പുറകിൽ വശത്ത് മുറിഞ്ഞ് ആഴത്തിലുള്ളൊരു മുറിവായിരുന്നു. ഡോക്ടറുടെ അടുത്ത് കൊണ്ടപ്പോൾ സ്റ്റിച്ച് ഇടണമെന്ന് പറഞ്ഞു. പക്ഷേ കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു, സ്റ്റിച്ചിടാൻ സമ്മതിച്ചേയില്ല. എന്നിട്ട് വെറുതെ ഡ്രസ്സ് ചെയ്ത് വിട്ടു. പക്ഷേ ഞാൻ മാതാവിൽ അടിയുറച്ച് വിശ്വസിച്ചു. മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളായി തൈലവും പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് തന്നെ മുറിവുണങ്ങി കുട്ടിക്ക് രോഗസൗഖ്യമുണ്ടായി. അതുകൂടാതെ എൻ്റെ ചെറിയ കുട്ടികളാണ്, കുട്ടികൾക്ക് 2 പേർക്കും ഇതേപോലെ എപ്പോഴും അസുഖങ്ങളായിരിക്കും. എല്ലാ ആഴ്ചയിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട വരാറുണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നും വരാതെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് വഴി രോഗസൗഖ്യം ലഭിച്ചു. ഇതുകൂടാതെ ഞാൻ പ്രേക്ഷിത പ്രവൃത്തിയായി ചെയ്യുന്നത് ടൗണിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡുകളിലെല്ലാം പത്രം പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അനുഗ്രഹം ഞാൻ ഈ പത്രം കൊടുക്കുന്ന എല്ലാവർക്കും കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട്. കൂടാതെ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലും എല്ലാം ചെറിയ വീഡിയോസ് ഇടുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യുന്ന വഴി ആൾക്കാർ അത് കണ്ട് എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്ന് വിളിച്ചു ചോദിക്കുകയും അതുവഴി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചോദിക്കുന്നവർക്കെല്ലാം കാശ് രൂപമൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. ഇതുകൂടാതെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് വീടിനടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ പോയി പറ്റാവുന്ന പോലെ ഞാൻ സഹായിക്കും. അതേപോലെ അവരുടെ കൂടെ സമയം ചെലവഴിക്കാറുണ്ട്. പാവപ്പെട്ടവർക്ക് എല്ലാ ആഴ്ചയിലും പൊതിച്ചോറ് എന്നാൽ കഴിയാവുന്ന വിധം കൊണ്ടുപോയി പാവപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട്. ഇതെല്ലാമാണ് ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നത്. അതുകൂടാതെ എൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ആധ്യാത്മികമായ ജീവിതത്തിൽ എൻ്റെ വന്ന മാറ്റം എന്ന് പറയുന്നത് ഞാൻ പ്രാർത്ഥനയിലും ഭക്തിയിലും എല്ലാം ഒരുപാട് പുറകോട്ട് പോയായിരുന്നു. എൻ്റെ ജീവിത പ്രശ്നങ്ങൾ മൂലം ഞാൻ വല്ലാതെ വിഷമിച്ച് പ്രാർത്ഥനയിൽ നിന്നെല്ലാം അകന്നു പോയ സമയത്താണ് ഞാൻ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നത്. അതിലൂടെ ഉടമ്പടിയിൽ വന്നതോടുകൂടി തന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം എല്ലാം കൃത്യമായ പ്രാർത്ഥനയിൽ പോകാൻ സാധിച്ചു. ലൂക്ക 18:27 മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന വചനം എപ്പോഴും ഞാൻ ഏത് യാത്രയിലും എവിടെ ഇരുന്നാലും പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഇനിയുള്ള ജീവിതത്തിലും മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.